ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ചിന്റെ സ്റ്റെപ്സ് അതല്ലെങ്കിൽ റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിന്റെ പ്രത്യേകത, നോർമലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന എല്ലാ എക്സാമുകൾക്കും ഈ പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ച് ഒന്നുകിൽ ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റിസർച്ചിന്റെ പ്രോസസ്സിന്റെ സ്റ്റെപ്പുകളെ ആദ്യം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെമ്പററി സെലക്ഷൻ ഓഫ് പ്രോബ്ലം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനലൈസേഷൻ ഓഫ് പ്രോബ്ലം. നാലാമത്തേത് എക്സ്റ്റെൻസീവ് സർവേ ഓഫ് ലിറ്ററേച്ചർ. അഞ്ചാമത്തേത് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. 5 സ്റ്റെപ്പ് ക്ലിയർ ആണ്. ആറാമത്തെ സ്റ്റെപ്പ് റിസർച്ച് ഡിസൈൻ, ദെൻ ഡാറ്റ കളക്ഷൻ, ഡാറ്റ പ്രോസസിംഗ് ആൻഡ് അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഇൻഫറൻസസ്, സൊല്യൂഷൻ ആൻഡ് കൺക്ലൂഷൻ, റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ. ഇത്രയാണ് റിസർച്ചിന്റെ സ്റ്റെപ്സ്. ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണ്, അതിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ പറയാം, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അതായത് നമുക്ക് നിങ്ങളൊരു റിസർച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അത് തന്നെയാണ് ഇവിടെ സ്റ്റെപ്സുകളായിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതിൽ ആദ്യത്തെ പ്രോസസ്സ് ടെമ്പററി സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. നിങ്ങളുടെ കോളേജിൽ അതല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക് തരികയാണ്. അതിൽ നിങ്ങളോട് നിങ്ങളുടെ കോളേജിൽ നിന്ന് നിങ്ങളുടെ HOD അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ഗൈഡോ പറയാണ്, നിങ്ങളോട് ഒരു ടോപ്പിക് കണ്ടെത്തി വരാൻ വേണ്ടിയിട്ട് പറയാണ്, നിങ്ങൾ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക, നിങ്ങൾ പറ്റാവുന്ന ഏരിയയിൽ നിന്നൊക്കെ ടോപ്പിക്കുകൾ കളക്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾ ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 5 ടോപ്പിക്ക് അതല്ലെങ്കിൽ ഒരു 4 ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, ടെമ്പററി സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന 5 ടോപ്പിക്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്യും. ഇപ്പോഴും നിങ്ങൾ ആ ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ ടീച്ചറെ സമീപിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ ടെമ്പററി സെലക്ഷൻ നടത്തി ഈ 5 ടോപ്പിക്ക് കൊള്ളാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അതാ പറഞ്ഞത്, എ ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ഇറ്റ് ഇൻവോൾവ് ഐഡന്റിഫൈങ് ആൻഡ് ചൂസിങ് പൊട്ടൻഷ്യൽ ടോപ്പിക്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ടോപ്പിക്കുകൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. നിങ്ങൾ ഒരു 5 ടോപ്പിക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ഈ 5 ടോപ്പിക്കിലും മുൻകാലങ്ങളിൽ നടന്ന പഠനങ്ങൾ നിങ്ങൾ റെഫർ ചെയ്യും. കാരണം ഈ ടോപ്പിക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുൻകാല പഠനങ്ങൾ നോക്കുന്നതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. നിങ്ങൾ എന്നിട്ട് അതിലൊരു ടോപ്പിക് എന്ത് ചെയ്യുള്ളൂ, ഫൈനലൈസ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ 5 ടോപ്പിക്കിന്റെ ഒരു ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. ഇപ്പൊ ഫസ്റ്റത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം ക്ലിയർ ആണ്. ഫസ്റ്റത്തെ ഘട്ടത്തിൽ നിങ്ങൾ കുറച്ച് ടോപ്പിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ ഈ ടോപ്പിക്കുകൾ ഈ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മുൻകാല പഠനങ്ങൾ റെഫർ ചെയ്തു. ഇനി അത് ചെയ്യണോ, ഇനി ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഡിസിഷനാണ്. ആ ഡിസിഷനിലോട്ട് മൂന്നാമത്തെ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ആ 5 ടോപ്പിക്കിൽ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ ഗൈഡിന്റെ കൂടെ പെർമിഷനോടുകൂടി ഫൈനലൈസ് ചെയ്യുന്നത്. ക്ലിയർ ആണ്. ആ ഫൈനലൈസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് ഫൈനലൈസിങ് ദ പ്രോബ്ലം. ഇവിടെ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റിസർച്ചിന്റെ സബ്ജക്റ്റിനെയാണ്, വിഷയത്തെയാണ്. നമ്മൾ റിസർച്ച് ടോപ്പിക്കിനെ റിസർച്ചിൽ പറയുന്നത് റിസർച്ച് പ്രോബ്ലം എന്നുള്ള നിലക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഫൈനലൈസിങ് ദ പ്രോബ്ലം. ഇവിടെ നിങ്ങൾ 5 ടോപ്പിക്ക്, അതിന് 5നെയും കുറിച്ച് നിങ്ങൾ 5 ടോപ്പിക്ക് നിങ്ങൾ ഇനീഷ്യൽ സർവേ ടെമ്പററി സെലക്ഷൻ നടത്തി. ദെൻ നിങ്ങൾ 5 ടോപ്പിക്കിന്റെ ഇനീഷ്യൽ സർവേ നടത്തി അതിൽ നിന്ന് ഒരു ടോപ്പിക്ക് നിങ്ങൾ ഫൈനലൈസ് ചെയ്തു. ക്ലിയർ ആണ്. അതിൽ പറയുന്നത് ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലം വിച്ച് റിക്വയർ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. 5 ടോപ്പിക്കിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോബ്ലം കണ്ടെത്തി, ഒരു ടോപ്പിക് കണ്ടെത്തി, അതിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിലോട്ട് ഇനി പോവുകയാണ്. ഇവിടെ ഇതിന്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ്സ്, അതായത് ദിസ് ഹെൽപ് ദ റിസർച്ചർ ടു പിൻ പോയിന്റ് ദ റൈറ്റ് ആൻഡ് പ്രൈമറി ഒബ്ജക്റ്റീവ്. ഇപ്പൊ നമ്മൾ ഒരു ടോപ്പിക്കിലോട്ട് മാത്രമായിട്ട് ചുരുങ്ങി, ആ ടോപ്പിക്കിലോട്ട് ചുരുങ്ങിയത് ഇനി ആ ടോപ്പിക്കില് നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഇന്ന കാര്യങ്ങളാണ് ഇന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ പഠനം നടത്താൻ പോകുന്നത്. അങ്ങനെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 ടോപ്പിക്കിന്ന് 5 ടോപ്പിക്കുകളെയും കുറിച്ചിട്ട് നമുക്ക് പഠനം നടത്താൻ കഴിയില്ല.
അപ്പൊ അതിൽ നിന്ന് ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്ത് ആ ടോപ്പിക്കിന്റെ തന്നെ എല്ലാ മേഖലനെയും കുറിച്ച് പഠനം നടത്താതെ, ഇപ്പൊ ഒരു ഒരു ഷോപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്, ആ ഷോപ്പിന്റെ സെയിൽസിനെ കുറിച്ച് മാത്രം പഠനം നടത്തുക, അതല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനെ മാത്രം കുറിച്ച് പഠനം നടത്തുക, അതല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠനം നടത്തുക, ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഒരു ഫെൻസിങ് തീർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ ടോപ്പിക് ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്, ഫൈനലൈസിങ് ദ പ്രോബ്ലം. ഇനി ഒരു റിസർച്ചിന്റെ സക്സസ് എന്ന് പറയുന്നതും ഈ ടോപ്പിക് തിരഞ്ഞെടുക്കുന്നിടത്താണ്. ഈ ടോപ്പിക് സെലക്ഷൻ നമുക്ക് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ആ റിസർച്ചിന്റെ സക്സസ് എന്ത് ചെയ്യും, നമ്മളുടെ ഡൗട്ട്ഫുൾ ആവും, അത് വിജയിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഫൈനലൈസിങ് ദ പ്രോബ്ലം ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. ഇനിയാണ് നമ്മൾ നേരത്തെ 5 ടോപ്പിക് തിരഞ്ഞെടുത്ത, അപ്പൊ 5നെയും കുറിച്ചിട്ട് ഒരു ഓവർവ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ മുൻകാല ബുക്സുകൾ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തു. ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു ടോപ്പിക് എത്തി. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം, അതായത് മുൻകാലങ്ങളിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്, ഒന്ന് അവർ ആരൊക്കെ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അവർ ഈ ടോപ്പിക്കിൽ എന്താണ് പഠിച്ചത്, അവർ എങ്ങനെയാണ് ആ പഠനം നടത്തിയിട്ടുള്ളത്, ആ പഠനത്തിൽ അവർ ഫോക്കസ് ചെയ്ത ഏരിയകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ആ പഠനത്തിന് വേണ്ടി അവർ അഡോപ്റ്റ് ചെയ്ത രീതികൾ, മെത്തഡോളജികൾ എന്തൊക്കെയാണ്, അതിൽ അവരുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, അവരുടെ ഡാറ്റ കളക്ഷൻ ഏതൊക്കെ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അതേപോലെ അവരുടെ ഫൈൻഡിങ്സ്, അവരുടെ കൺക്ലൂഷൻ എന്താണ്, അവർ ഫോക്കസ് ചെയ്യാൻ വിട്ടുപോയ ഏരിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റെൻസീവ് സർവേ ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നത്. അതായത് എക്സ്റ്റെൻസീവ് സർവേ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഠനവുമായിട്ട്, നമ്മൾ തിരഞ്ഞെടുത്ത ടോപ്പിക്കുമായിട്ട് മുൻകാലങ്ങളിൽ നടന്ന പഠനങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിനെയാണ് എക്സ്റ്റെൻസീവ് സർവേ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഈ പഠനം നടത്തുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താ, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, എവിടെയാണ്, ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഈ പഠനങ്ങളൊക്കെ നടത്തിയെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്സ്, ജേർണൽസ്, മാഗസിൻസ്, പബ്ലിക്കേഷൻസ്, ടെക്സ്റ്റ് ബുക്ക്, പോപ്പുലർ ആയിട്ടുള്ള മാഗസിൻസുകൾ, ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ പഠനത്തിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. അതാണ് 4ാമത്തെ സ്റ്റേജ്. 5ാമത്തെ സ്റ്റേജ് ആണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ടെൻഡേറ്റീവ് കൺക്ലൂഷൻ ഓർ ടെൻഡേറ്റീവ് ഇൻഫറൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻഫറൻസും ഹൈപ്പോത്തസിസും വ്യത്യാസമുണ്ട്. ഇൻഫറൻസുകൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല, ഹൈപ്പോത്തസിസ് നമുക്ക് റിസർച്ചിന്റെ അനാലിസിസ് പാർട്ടിൽ നമുക്ക് ടെസ്റ്റിങ്ങിന് വിധേയമാക്കാൻ പറ്റുന്നതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ടെൻഡേറ്റീവ് കൺക്ലൂഷൻ അബൌട്ട് ദി പാരാമീറ്റർ ബൈ ഇൻസ്പെക്ടിങ് എ സ്മോൾ സാമ്പിൾ, ഇതാണ് ഹൈപ്പോത്തസിസിന്റെ മീനിങ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പഠനം നടത്തുന്നതിന് മുൻപ് ആ ഒരു മേഖലനെ കുറിച്ച് ഒരു റിസർച്ചർക്ക് ഉണ്ടാവുന്ന മുൻധാരണ, അത് ടെൻഡേറ്റീവ് കൺക്ലൂഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. പഠനത്തിന് ശേഷം ആ മുൻധാരണ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നമ്മുടെ മുൻധാരണ ശരിയാണെങ്കിൽ നമ്മൾ ആ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്തു, ചിലപ്പോൾ ആ ധാരണ തെറ്റാണെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. നമ്മൾ ഒരു ടീച്ചേഴ്സ് ഒരു ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് ആ ടീച്ചറിനെ കുറിച്ച് കുട്ടികൾക്കുള്ള ഒരു മുൻധാരണ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ടീച്ചർക്ക് ആ കുട്ടികളെ കുറിച്ചുള്ള ഒരു മുൻധാരണ ഉണ്ടാവും, എല്ലാ കുട്ടികളും നല്ലവരാണെന്നുള്ളത്. പിന്നീട് ആ ഒരു വിദ്യാഭ്യാസ കാലയളവിലെ കുട്ടികളുടെ സ്വഭാവം ടീച്ചർക്കും ടീച്ചറിന്റെ സ്വഭാവം കുട്ടികൾക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു ധാരണ, ടെൻഡേറ്റീവ് ആയിട്ട് നമ്മൾ മുൻകൂട്ടി എത്തുന്ന ധാരണനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ചിൽ ഇപ്പൊ നിങ്ങൾ ആദ്യം കുറെ 5 ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തു, ടെമ്പററി സെലക്ഷൻ നടത്തി, അതിന്റെ സർവേ നടത്തി, അതിൽ നിന്ന് ഒരു ടോപ്പിക്ക് ഫൈനലൈസ് ചെയ്തു, എക്സ്റ്റെൻസീവ് ആയിട്ട് സർവേ നടത്തി, നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു ടെൻഡേറ്റീവ് കൺക്ലൂഷൻ ഫോം ചെയ്തു. ആ ടെൻഡേറ്റീവ് കൺക്ലൂഷനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി നമ്മൾ 6ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് റിസർച്ച് ഡിസൈൻ ആണ്. അതായത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ റിസർച്ച് എങ്ങനെ നടത്തണം എന്നുള്ള പ്ലാനിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മളൊരു വീട് പണിക്ക് പ്ലാൻ വെക്കാറുണ്ട്. അതുപോലെ അതെന്തിനാ പ്ലാൻ വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല വീട് കയറ്റി വരുന്ന സമയത്ത്, അതിന്റെ ഫുൾ വർക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല. അതിനാണ് പ്ലാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ റിസർച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യുന്നത്. റിസർച്ച് ഡിസൈനിനെ റിസർച്ചിന്റെ ബ്ലൂ പ്രിന്റ് എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്
അറിയപ്പെടുന്നുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് എ ബ്ലൂ പ്രിന്റ് ഓഫ് റിസർച്ച് പ്രോസസ്സ്. നമ്മുടെ റിസർച്ച് പ്രോസസ്സ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് ആക്ച്വലി എന്ത് ഈ പറയുന്ന റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ റിസർച്ചിന്റെ നേച്ചർ അനുസരിച്ച് ചിലപ്പോൾ ഈ റിസർച്ച് ഡിസൈൻ മാറും. അതായത് ഇറ്റ് മേ ബി എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക് ഓർ എക്സ്പെരിമെന്റൽ ഒക്കെ ആവാം. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, റിസർച്ച് ഡിസൈന് ആ റിസർച്ചിന്റെ നേച്ചർ അനുസരിച്ച് 4 ടൈപ്പ് ഉണ്ട്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനും ഉണ്ട്. അതും കൂടെ ഇവിടെ പഠിച്ചു പോവാ. റിസർച്ച് ഡിസൈനിന് 4 ടൈപ്പ് ഉണ്ട്. അതായത് റിസർച്ചിന് 4 പ്ലാനുകൾ ഉണ്ട്, 4 ബ്ലൂ പ്രിന്റ് ഉണ്ട് റിസർച്ച് എങ്ങനെ നടത്തണം എന്നുള്ളത്. ഇനി റിസർച്ച് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്ന് പറയാനുള്ളത് ഓപ്പറേഷണൽ ഡിസൈൻ ആണ്. നമുക്ക് നമ്മുടെ പഠനം നടത്താം. നമ്മളൊരു ടോപ്പിക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ കളക്ഷൻ വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലെ അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഷോപ്പിലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ വരുന്ന എല്ലാ കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാം. ഒരാളെ വിട്ടുപോകുന്നില്ല. അത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ എല്ലാവരുടെ കയ്യിൽ നിന്നും പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാണ്. ഇതിനെ വിളിക്കുന്ന പേര് സെൻസസ് സർവേ എന്നാണ്. എൻറ്റയർ പോപ്പുലേഷനെ നമ്മൾ എൻറ്റയർ പോപ്പുലേഷന്റെ കയ്യിൽ നിന്ന്, അതിന് നമ്മൾ മൊത്തത്തിലുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ പോപ്പുലേഷൻ എന്നാ പറയാം. അപ്പോൾ എൻറ്റയർ പോപ്പുലേഷന്റെ കയ്യിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ റിസർച്ച് ഡാറ്റ കളക്ഷൻ നടത്തി ഈ റിസർച്ചിന്റെ ഡാറ്റ കളക്ഷൻ നടത്താം. ഇതിനെയാണ് പറയുന്നത് കളക്ടിങ് ഡാറ്റ ഫ്രം എൻറ്റയർ പോപ്പുലേഷൻ ഫോർ സാമ്പിൾ. സാമ്പിൾ എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ പോപ്പുലേഷന്റെ കയ്യിൽ നിന്ന്, മുഴുവൻ ആളുകളുടെ കയ്യിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സെൻസസ് സർവേ എന്ന് പറയുന്നത്. ഇത് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ പഠനം നടത്തുമ്പോൾ ഇത് പോസിബിൾ ആവുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ അത്തരം രീതിയിൽ നമുക്ക് സെൻസസ് സർവേയുമായിട്ട് മുന്നോട്ട് പോവാം. ഇനി അതല്ല ഇത് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കടയിലോട്ട് വരുന്ന നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമറെ കയ്യിൽ നിന്ന്, അതായത് സേ ഒരു കമ്പനിക്ക്, ഒരു കടക്ക്, ഒരു ഷോപ്പിന് 10,000 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് 500 പേരെ എടുക്കുക എന്ന് വിചാരിക്കുക. 500 പേരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അവരെ സാമ്പിൾ ആയിട്ട് എടുക്കുക. അതായത് മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ചോറ് അരി വേവായിട്ടുണ്ടോ നോക്കാൻ അതിന് ഒരു വറ്റ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഒരു അരി അതല്ലെങ്കിൽ ഒരു വറ്റ് വേവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് സാമ്പിളിംഗ് ആണ്. അതല്ല എല്ലാ വറ്റും ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് സെൻസസ് സർവേ ആണ്. അപ്പൊ ഇത് പറഞ്ഞതിന്റെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എല്ലാ സമയത്തും സെൻസസ് സർവേ നടക്കൂല. കാരണം നമുക്ക് ഈ അരി വേവായിട്ടുണ്ടോ എന്ന് എല്ലാതും ചെക്ക് ചെയ്ത് നോക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ മുഴുവൻ ആളുകൾക്ക് പകരം കുറച്ച് ആളുകളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്ന സാമ്പിളിംഗ് രീതിയാണ്, അല്ലെ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സാമ്പിളിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. നമ്മളപ്പോൾ പഠനത്തിൽ നമുക്ക് പോപ്പുലേഷൻ രീതി വേണം, അഥവാ സെൻസസ് സർവേയിലൂടെ എല്ലാവരുടെ നിന്നും പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യണോ. അത് ഇമ്പോസിബിൾ ആണെങ്കിൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ട് ചുരുക്കം ചില ആളുകളെ, എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ചുരുക്കം ചില ആളുകളുടെ കയ്യിൽ നിന്ന്, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണോ നമ്മുടെ പഠനത്തിന് യോജിച്ചത് എന്നുള്ളത് പ്ലാൻ ചെയ്യലാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് റിസർച്ച് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്ലാനിങ്ങിൽ. രണ്ടാമത്തത് റിസർച്ച് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടു പ്ലാൻ ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. ഇനി അവരെ എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഏത് രീതിയിലാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ഒബ്സർവേഷൻ ഡിസൈൻ. അതിൽ നമുക്ക് വേണമെങ്കിൽ അവരെ ക്വസ്റ്റ്യനെയർ വഴിയോ, ഷെഡ്യൂൾ വഴിയോ, ഇന്റർവ്യൂ വഴിയോ, ഫോക്കസ് ഗ്രൂപ്പിലൂടെയോ ഏത് രീതിയിലും നമുക്ക് ഡാറ്റ കളക്ഷൻ നടത്താം. പക്ഷെ നമ്മുടെ റിസർച്ചിനും നമ്മുടെ കപ്പാസിറ്റിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഏത് രീതിയിൽ ഡാറ്റ കളക്ഷൻ നടത്തണം എന്നുള്ളതും കൂടെ നമ്മൾ ഇവിടെ റിസർച്ച് ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ട് ഒബ്സർവേഷൻ ഡിസൈനിങ്ങിൽ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അടുത്തത് വരുന്നത് ഒബ്സർവേഷൻ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈനാണ്. ഇങ്ങനെ കളക്ട് ചെയ്ത ഡാറ്റ ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വെച്ചിട്ട് വേണം അനലൈസ് ചെയ്യേണ്ടത്. അനാലിസിസിന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ കുറിച്ച് നേരത്തെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഡാറ്റ കളക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങും അനാലിസിസും നടത്തുന്ന സമയത്ത് നമ്മൾ ഏത് ടൂൾ പ്രകാരം നമ്മളുടെ ഡാറ്റ അനലൈസ് ചെയ്യണം എന്നുള്ളത് തീരുമാനത്തിലോട്ട് നേരത്തെ കണ്ടെത്തണം. ആ ടൂളുകളും കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്യുന്നത് റിസർച്ച് ഡിസൈനിങ്ങിലാണ്. റിസർച്ച് ഡിസൈനിങ്ങിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈനിങ്ങിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഡാറ്റ കളക്ഷനിലോട്ട് പോവാം. അതായത് റിസർച്ച് പ്രോസസ്സിലെ അടുത്തൊരു സ്റ്റേജ് ആണ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ നമുക്ക് 2 രീതിയിൽ കളക്ട് ചെയ്യാം.
പ്രൈമറി ഡാറ്റയായിട്ടും സെക്കൻഡറി ഡാറ്റയായിട്ടും റിസർച്ചിൽ കളക്ട് ചെയ്യുക. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നേരിട്ട് നമ്മുടെ റെസ്പോണ്ടന്റിന് കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഇത് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അതിന് വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനെയർ കൊടുക്കുക, ഷെഡ്യൂൾ കൊടുക്കുക. അതേപോലെ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡാറ്റ കളക്ഷൻ ടെക്നിക്ക് ഇന്റർവ്യൂ വേണോ, ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഇന്റർവ്യൂ വേണോ, അതോ ഇനി മറ്റേതെങ്കിലും രീതി മെയിൽഡ് ക്വസ്റ്റ്യനെയർ വേണോ, ഇതിൽ ഏത് രീതിയാണെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അത് നമ്മുടെ കപ്പാസിറ്റിയും ഫിനാൻഷ്യൽ കണ്ടീഷനും ടൈമും അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് തീരുമാനിക്കുക. അങ്ങനെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുക. ഇനി അതല്ല നമുക്ക് സെക്കൻഡറി ഡാറ്റയാണോ ആവശ്യം എങ്കിൽ നമുക്ക് ജേർണൽസ്, ബുക്സ്, മാഗസിൻസ്, പീരിയോഡിക്കൽസ്, ഇന്റർനെറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ മുഴുവൻ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെ റിസർച്ച് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് രീതിയാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ, ഈ രീതിയിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ ഡാറ്റ നമുക്ക് രണ്ട് രീതിയിൽ കളക്ട് ചെയ്യാം. പ്രൈമറി സോഴ്സ് അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, സെക്കൻഡറി സോഴ്സ് അഥവാ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണെന്ന് പറയുക. ഇനി രണ്ട് രീതിയിൽ എന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയും കൂടെ ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ഡാറ്റ നമ്മൾ സാമ്പിളിന്റെ കയ്യിൽ നിന്നാണോ പോപ്പുലേഷന്റെ കയ്യിൽ നിന്നാണോ കളക്ട് ചെയ്യുന്നത്. നമ്മൾ മുഴുവൻ ആളുകളെയും കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ സ്റ്റഡിയാണ് നടത്തുന്നത്, അവിടെ സെൻസസ് സർവേ ആണ്. അതല്ലെങ്കിൽ നമ്മൾ സാമ്പിളിംഗ് ഡാറ്റ കളക്ഷൻ നടത്തുന്നത്, ചുരുക്കം ചില ആളുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചിൽ നമുക്കൊരു കമ്പനിയുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലെല്ലാവരെയും പോയിട്ട് മീറ്റ് ചെയ്യൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് കുറച്ച് ആളുകൾ തിരഞ്ഞെടുക്കും, എന്നിട്ട് അതിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യും. എന്നിട്ട് ഇവരെ വെച്ചിട്ട് മൊത്തം കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ട് ഒരു ജനറലൈസേഷനിലോട്ട് നമ്മൾ എത്തും. ഈ രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ഷൻ നടത്താം. ഇനി കളക്ട് ചെയ്ത ഡാറ്റ പ്രോസസ്സ് ചെയ്യണം. കളക്ട് ചെയ്ത ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 4 സ്റ്റെപ്സുകൾ ഉണ്ട്. അത് നിങ്ങൾ വരും ചാപ്റ്ററുകളിൽ മനസ്സിലാക്കും. 4 സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് എഡിറ്റിംഗ് ആണ്, മറ്റൊന്ന് കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ആണ്. പ്രോസസ്സിങ്ങിന്റെ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇതിൽ അനലൈസിങ് ആൻഡ് പ്രോസസ്സിംഗ് വെച്ചിട്ടുണ്ട്. അതിൽ പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ പറയുന്നത്. പ്രോസസ്സിങ്ങിൽ എഡിറ്റിംഗ്, കോഡിംഗ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ആണ് വരുന്നത്. ഇതിൽ തന്നെ ഡാറ്റ എഡിറ്റിംഗ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഫീൽഡ് എഡിറ്റിംഗ് ഉണ്ട്, സെൻട്രൽ എഡിറ്റിംഗ് ഉണ്ട്. ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡാറ്റ എഡിറ്റ് ചെയ്ത് പോരുകയാണെങ്കിൽ, അവിടെ തന്നെ ക്വസ്റ്റ്യനറിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോരുന്ന രീതിയാണ് ഫീൽഡ് എഡിറ്റിംഗ്. എന്നാൽ ഡാറ്റ കളക്ഷൻ എല്ലാം കഴിഞ്ഞ് അത് സോർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്സുകൾ തിരുത്തുന്ന രീതിയാണ് സെൻട്രൽ എഡിറ്റിംഗ്. ദെൻ അടുത്ത സ്റ്റെപ്പ് ഡാറ്റ പ്രോസസ്സിംഗിൽ വരുന്നത് കോഡിംഗ് ആണ്. കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് ചെയ്യാറുണ്ട്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റനെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സെക്സ് ചോദിച്ചിട്ടുണ്ടാവും ക്വസ്റ്റ്യനറിൽ, അതിൽ നമ്മൾ 1 എന്നുള്ളത് മെയിലിനും 2 എന്നുള്ള നമ്പർ ഫീമെയിലിനും കൊടുക്കുക. അത് ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് 1 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിന് SPSS പോലുള്ള സോഫ്റ്റ്വെയറിന് അത് മെയിലാണെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അവിടെ മെയിൽ എന്ന് ടൈപ്പ് ചെയ്യേണ്ട, 1 മെയിൽ ദെൻ 2 ഫീമെയിലിനും അങ്ങനെ ടൈപ്പ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ കോഡിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോഡിംഗ് ആണ് അടുത്ത സ്റ്റേജ് വരുന്നത്. പിന്നീട് ക്ലാസിഫിക്കേഷൻ നമുക്ക് പല മാനദണ്ഡങ്ങളുണ്ട്. ഹോമോജീനിറ്റി, ഹെട്രോജീനിറ്റി, ജിയോഗ്രഫിക്കൽ, ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, വേർതിരിച്ചു വെക്കുക. അതിനുശേഷം ഇത് വെച്ചിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ടാബുലേഷൻ. റോസും കോളംസും ആയിട്ട് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജ് ആണ് ഡാറ്റ പ്രോസസ്സിങ്ങിൽ വരുന്നത്. ഇതിൽ മറ്റൊരു സ്റ്റേജ് നമ്മൾ പറയുന്നത് അനാലിസിസ് ആണ്. ഡാറ്റ അനാലിസിസിന്റെ സമയത്ത് നമ്മൾ നേരത്തെ റിസർച്ച് ഡിസൈൻ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു, നമ്മൾ അനാലിസിസിന്റെ സമയത്ത് ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിക്കണം എന്നുള്ളത്. ആ ടൂള് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടൂൾ വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ ഏതാ, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, അതായത് കഴിഞ്ഞ സെമസ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സിൽ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, അനോവ, കൈ സ്ക്വയർ, മാൻവിന്യൂ ടെസ്റ്റ്, ക്രിസ്കൽ വാലിസ് ടെസ്റ്റ്, ഇത്തരത്തിൽ ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വ്യത്യസ്തമാണെങ്കിലും നമ്മളത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റ ഇങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂൾ വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് റിസർച്ച് ഡിസൈനിങ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചിന്തിക്കണം.
അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റെപ്സ് ആണ് ഡാറ്റ അനാലിസിസ്. മാത്രമല്ല നേരത്തെ ഞാൻ 5ാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരുന്നു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. നമ്മൾ അവിടെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ഒരു ടീച്ചർ ഒരു ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത്, ഇത് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ല കേട്ടോ, എങ്കിലും ഞാൻ പറയാണ്, ഒരു ടീച്ചർ ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് ആ ടീച്ചറിനെ കുറിച്ച് കുട്ടികൾക്കുള്ള ധാരണ, കുട്ടികളെ കുറിച്ച് ടീച്ചറിനുള്ള ധാരണ ഒരു ടെൻഡേറ്റീവ് കൺക്ലൂഷനാണ്. അപ്പൊ റിസർച്ചിന്റെ കേസിലോട്ട് വരുമ്പോൾ ഒരു കമ്പനിയിലെ എല്ലാ എംപ്ലോയീസും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അസംഷൻ നമ്മൾ എത്തുകയാണ് പഠനത്തിന്റെ ആദ്യ ഘട്ടത്തിൽ. കാരണം നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂല എംപ്ലോയീസിന്റെ പെർഫോമൻസിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ആ പഠനം നടത്തുന്നതിന് മുൻപേ പറയാം, there is no significant difference in the average performance of employees in the organization എന്ന് വേണമെങ്കിൽ പറയാം. എംപ്ലോയീസിന്റെ ആവറേജ് പെർഫോമൻസിൽ വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ ഡാറ്റ കളക്ഷൻ നടത്തി അനാലിസ് ചെയ്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന്റെ ഈ ഒരു പാർട്ടിലാണ്. അതുകൊണ്ടാണ് ഇത് ചില ടെക്സ്റ്റുകളിൽ നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് മറ്റൊരു സ്റ്റേജ് ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്. ഇവിടെ ഞാനിത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ് എന്നുള്ള ഏരിയയിൽ ഉൾപ്പെടുത്തിയത്. ഇത് ഡാറ്റ അനാലിസിസിന്റെ സമയത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ ഡാറ്റ അനാലിസിസിന്റെ ഒരു ഏരിയയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡാറ്റ അനാലിസിസിന് ശേഷം വരുന്ന ഒരു സ്റ്റെപ്പാണ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഇൻഫറൻസസ്. നമ്മൾ കൃത്യമായിട്ട് പവർഫുൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യുന്നതിന് ശേഷം അതിന്റെ റിസൾട്ട് കിട്ടും നമുക്ക്. ആ റിസൾട്ട് കൃത്യമായിട്ട് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ മുൻകാലങ്ങളിൽ ഈ പഠനത്തിന് ഈ ഒരു ഫൈൻഡിങ്സുമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നാവും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. നമ്മൾ ഏത് വലിയ രീതിയിൽ വ്യത്യാസം വരുന്നുണ്ടോ, മുൻകാല പഠനങ്ങളിൽ കണ്ടെത്തിയ ഫൈൻഡിങ്സുമായിട്ട് നല്ല വ്യത്യാസം വരുന്നുണ്ടോ, അത് ഓൾമോസ്റ്റ് സിമിലർ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡാറ്റ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായ ഒരു നോളേജ്, സബ്ജക്ട് നോളേജും അതുപോലെ തന്നെ അനലിറ്റിക്കൽ എബിലിറ്റിയും കോമൺ സെൻസും റിസർച്ചർക്ക് അത്യാവശ്യമാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, സെക്സ് കോഡ് ചെയ്യുന്ന സമയത്ത് 1 എന്നുള്ള കോഡ് മെയിലിനും 2 എന്നുള്ള കോഡ് ഫീമെയിലിനും കൊടുത്തു. അതായത് SPSS ഇനി നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് മെയിൽ വരുന്നിടത്തൊക്കെ 1ഉം ഫീമെയിൽ വരുന്നിടത്തൊക്കെ 2ഉം ആണ്. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, 2 ആളുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളൂ, ഒന്ന് ആണും മറ്റൊന്ന് പെണ്ണും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 എന്ന് ടൈപ്പ് ചെയ്യും മെയിൽ വരുമ്പോൾ, ഫീമെയിൽ വരുമ്പോൾ 2, 2 ആൾ കഴിഞ്ഞല്ലോ. ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയറിനോട് ഇവിടെ അരിത്തമെറ്റിക് മീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയാം. സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നു, മെയിലിന് കൊടുത്ത വാല്യൂ 1 ആണല്ലോ, ഫീമെയിലിന് കൊടുത്ത വാല്യൂ 2 ആണല്ലോ, എന്നിട്ട് 1ഉം 2ഉം ആഡ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? 3. ക്ലിയർ ആണ്. ഈ 3 കിട്ടിയതിന് സോഫ്റ്റ്വെയർ ആവറേജ് കാണും. എത്ര പേര് ഡാറ്റ കളക്ട് ചെയ്ത്? 2. അപ്പോൾ 3/2. അപ്പൊ എത്ര വരും? 1.5. ആവറേജ് സെക്സ് 1.5. ആ 1.5 എന്ന് പറഞ്ഞാൽ ഇത് മെയിലാണോ ഫീമെയിലാണോ? പ്രശ്നം മനസ്സിലായോ? 1 മെയിൽ 2 ഫീമെയിൽ, 1.5 എന്താ? ഇവിടെ റിസർച്ചറിന്റെ ലോജിക്കും നോളേജും വേണം ഈ ഡാറ്റ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം അവിടെ ആ ഒരു ടൂൾ ഉപയോഗിക്കാനേ പാടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ 1 നമുക്ക് അത് അനാലിസിസ് കൊണ്ട് വലിയ ഉപകാരമില്ലാതെ പോകും. അത്തരത്തിലുള്ള ഒരു കോമൺ സെൻസ് കൂടെ റിസർച്ചർ എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്യുന്ന സമയത്ത് അഡോപ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. ദെൻ അടുത്തത് വരുന്നതാണ് സൊല്യൂഷൻ ആൻഡ് കൺക്ലൂഷൻ. ഇന്റർപ്രിട്ടേഷന്റെ ബേസിലാണ് നമ്മൾ സൊല്യൂഷനിലോട്ട് എത്തേണ്ടത്. ഈ സൊല്യൂഷൻ ഫോം ചെയ്യുന്നത് ഇന്റർപ്രിട്ടേഷന്റെ ബേസിലാന്ന് പറയാനുള്ള കാരണം, നമ്മൾക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാവും റിസർച്ചിൽ. ഒരിക്കലും വ്യക്തിപരമായ താല്പര്യം നമ്മുടെ റിസർച്ചിനെ ബാധിക്കാൻ പാടില്ല. നമ്മൾക്ക് റിസർച്ചിന്റെ ഫൈൻഡിങ്സ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നന്നാവും എന്നുള്ള തോന്നലുണ്ടാവും. അതിനെ ബയാസ്ഡ് ആയിട്ട് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാൻ പാടില്ല. നമ്മൾ റിസർച്ചിന്റെ ഒരു ക്വാളിറ്റിയിൽ മുൻപ് പഠിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. എന്താ ക്വാളിറ്റി? സബ്ജക്റ്റിവിറ്റി ഒഴിവാക്കണം റിസർച്ചർ. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യം റിസർച്ചിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, അതിൽ കൊണ്ടുവരാൻ പാടില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ റിസർച്ചറിന്റെ ഡാറ്റ എന്താണോ ആ കഥ, അവർ പറയുന്ന കഥ എന്താണോ ആ കഥയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല, റിസർച്ചിലെ ഡാറ്റിന് ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കാൻ പാടില്ല എന്നതാണ് പറഞ്ഞതിന്റെ സാരം. അതേപോലെ തന്നെ റിസർച്ചില് നമ്മളൊരു പ്രോബ്ലം എടുത്തിട്ടാ പഠിച്ചത്, ഒരു ടോപ്പിക് എടുത്താ പഠിച്ച് അതിന് കൃത്യമായ സൊല്യൂഷൻ എന്ത് ചെയ്യണം,
നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിസർച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെയാണ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഫൈൻഡിങ്സിന്റെ ബേസിലാണ് ഞാൻ പറഞ്ഞു, ഇന്റർപ്രിട്ടേഷന്റെ ബേസിൽ നമ്മൾ ഫൈൻഡിങ്സ് എഴുതുന്നു. ഫൈൻഡിങ്സിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺക്ലൂഷനിലോട്ട് എത്തുന്നത്. ഈ കൺക്ലൂഷൻ ആണ് പിന്നീട് ഒരു തിയറി ആയിട്ട് ജനറലൈസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക നിങ്ങൾ. നാളെ എല്ലാവരും അറിയുന്ന ഒരു തിയറി നിങ്ങളുടെ ഒരു കുറച്ച് ആളുകൾ എടുത്തിട്ട് പഠനം നടത്തിയതായിരിക്കും. അപ്പൊ അതൊരിക്കലും തെറ്റ് പറ്റാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പറയുന്നത് ലാസ്റ്റ് സ്റ്റേജ് ആണ് റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗിന്റെ അവസാന സ്റ്റേജ് എന്താ, റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ. എന്താ ഈ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ റിസർച്ചർ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു വർക്ക് നമ്മുടെ ഓഡിയൻസിനെ അറിയിക്കണ്ടേ? അത് അറിയിക്കാനുള്ള മാർഗം എന്താ? റിസർച്ച് റിപ്പോർട്ട് മാത്രം. ഈ റിപ്പോർട്ടാണ് ജനങ്ങൾ കാണുന്നത്. ഈ റിപ്പോർട്ടിന്റെ ബേസിലാണ് ഇയാൾ നടത്തിയ റിസർച്ചിനെ കുറിച്ചും ഇയാളെടുത്ത എഫേർട്ടിനെ കുറിച്ചും നാളെ ലോകം അറിയാൻ പോകുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് മോശമായി കഴിഞ്ഞാൽ ഇദ്ദേഹം എത്ര എഫേർട്ട് ഇതിന്റെ പിന്നിലെടുത്തിട്ടുണ്ടോ അതൊക്കെ വെറുതെ ആയി പോകും. അപ്പൊ റിപ്പോർട്ട് റൈറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിപ്പോർട്ട് റൈറ്റിംഗ് അതിന്റെ സ്റ്റേജസ്. ഇപ്പൊ സപ്പോസ് ഒരു വ്യക്തി അത്യാവശ്യം നന്നായിട്ട് ഡാറ്റ കളക്ട് ചെയ്തു, ഡാറ്റ അനലൈസ് ചെയ്തു, പക്ഷെ റിപ്പോർട്ട് റൈറ്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹം ഉദ്ദേശിച്ച പോലെ റിപ്പോർട്ട് അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞില്ല. അതോടെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അവിടെ മെഷർ ചെയ്യും. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയുടെ റിസർച്ച് ക്വാളിറ്റി അവിടെ അളക്കപ്പെടുകയാണ്. ഇദ്ദേഹത്തിന്റെ റിസർച്ച് പോരാ, അല്ലെ ഇതിലെ ഫൈൻഡിങ്സിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. എന്തിന്റെ ബേസിൽ? അദ്ദേഹം എടുത്ത കമ്മിറ്റ്മെന്റിന്റെ ബേസിലല്ല, റിപ്പോർട്ടിന്റെ ബേസിൽ. അപ്പൊ റിപ്പോർട്ട് റൈറ്റിംഗ് പ്രധാനപ്പെട്ടതാണ്. റിസർച്ചർ തന്റെ ഫൈൻഡിങ്സും കൺക്ലൂഷൻസും ജനങ്ങളെ അറിയിക്കുന്നത് റിപ്പോർട്ടിലൂടെയാണ്. ഇന്ത്യയിൽ നമ്മൾ റിട്ടൺ റിപ്പോർട്ടാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ US നമുക്ക് ഓറൽ റിപ്പോർട്ടിംഗ് പോസിബിൾ ആണ്. ഇവിടെ പക്ഷേ റിട്ടൺ റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് റിപ്പോർട്ടാണ് റിസർച്ചിലെ ഇൻഫർമേഷൻസ് അതിന്റെ ഓഡിയൻസുമായിട്ട് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിപ്പോ നമ്മുടെ സ്ക്രീൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ റിസർച്ചിന്റെ സ്റ്റെപ്സ് ആണ് പഠിച്ചത്. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഹെർക്കുലിയൻ ടാസ്ക് അല്ല, വളരെ സിമ്പിൾ ആണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു 5 ടോപ്പിക് സെലക്ട് ചെയ്തു. ടെമ്പററി സെലക്ഷൻ എന്ന് അതിനെ വിളിക്കുക. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിച്ചു. അതിന് ആദ്യഘട്ട സർവേ ആയതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. എന്നിട്ട് അതിൽ നിന്ന് ഒരു ടോപ്പിക് തിരഞ്ഞെടുത്തു. അതിന് ഫൈനലൈസേഷൻ ഓഫ് ടോപ്പിക്. അതിനുശേഷം ആ ടോപ്പിക്കിൽ നമ്മൾ ഡീപ്പായിട്ട് പഠനം നടത്തി. എക്സ്റ്റെൻസീവ് സർവേ ഓഫ് ലിറ്ററേച്ചർ അഥവാ മുൻകാല പഠനങ്ങൾ നമ്മൾ നടത്തി. അതിനെയാണ് എക്സ്റ്റെൻസീവ് സർവേ ഓഫ് ലിറ്ററേച്ചർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്തു. ഹൈപ്പോത്തസിസ് ഫോം ചെയ്ത് എന്താ, നമ്മൾ പഠനം തുടങ്ങുന്നതിന് മുൻപ് നമ്മളുടെ റിസർച്ചറിന്റെ ആ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാട്, അതായത് പ്രെഡിക്ഷൻസ്, ടെൻഡേറ്റീവ് കൺക്ലൂഷൻസ്, ഇൻഫറൻസസുകൾ, അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അത് ഫോം ചെയ്തു. എന്നിട്ട് നമ്മൾ റിസർച്ച് നടത്താനുള്ള ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കി. അതിലെങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം, എങ്ങനെ ഡാറ്റ അനലൈസ് ചെയ്യണം, ഏത് ടൂൾസ് ഉപയോഗിക്കണം, അതേപോലെ തന്നെ ആരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം, എല്ലാവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം, അതോ ചുരുക്കം ചില ആളുകളുടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം. ഇത് ഏതിലാണ് നമ്മൾ പഠിച്ച റിസർച്ച് ഡിസൈനിങ്. അവിടെ നമ്മൾ പ്ലാൻ ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്തത് ഡാറ്റ കളക്ട് ചെയ്തു. പിന്നീട് ചെയ്തതോ ഡാറ്റ അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്യുന്നതിന്റെ മുൻപ് നമ്മൾ അതൊന്ന് പ്രോസസ്സ് ചെയ്തെടുത്തിട്ട് അത് അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിന് ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു. ഇന്റർപ്രിട്ടേഷന്റെ ബേസിൽ ഫൈൻഡിങ്സും കൺക്ലൂഷൻസും ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ അതൊരു റിപ്പോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്തു. ഇത്രയേ ഉള്ളൂ റിസർച്ചിന്റെ പ്രോസസ്സ്. വളരെ ഈസിയാണ്. ക്ലിയർ ആണ്? അപ്പോൾ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കമന്റുകൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ 2-3 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കമന്റ്സും നമുക്ക് അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. നമ്മളൊരു ക്യാമറക്ക് മുൻപിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസിനെ കാണുന്നില്ല. നമുക്ക് സാധാരണ ക്ലാസ്സിൽ സംസാരിക്കുന്ന സമയത്ത് ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇത് കാണുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അറിയുന്ന ഡൗട്ടുകൾ ഉടനെ തന്നെ ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.